ഹലോ, ഉണ്ണിയാർച്ചയാ? നാളെയോ? നാളെ ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടായെന്ന് വരില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ശരി. പ്രേമമൊക്കെ എവിടം വരെയായി? എന്റെ ആർച്ച, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. എന്ന് വെച്ചാ എനിക്ക് ആരോടും പ്രേമമില്ല, ഒന്നുമില്ല. അപ്പൊ ഈ കത്തോ, രാവിലെ വന്ന ഫോൺ കോളോ? ആർച്ചേ, ആർക്കെങ്കിലും എന്നോട് പ്രേമം തോന്നി ഞാൻ എങ്ങനെ കുറ്റക്കാരനാവും? ഞാൻ അങ്ങോട്ട് പോയി ആരെങ്കിലും പ്രേമിച്ചാലല്ലേ ഞാൻ കുറ്റക്കാരനാവുള്ളൂ. സത്യേട്ടാ, സത്യേണ്ട ഒരു മനസ്സറിവില്ലാതെ ഒരു പെണ്ണ് സത്യേണ്ട കത്തെഴുതിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് കിട്ടിയതോ സത്യേണ്ട പോക്കറ്റിൽ നിന്നും. അതെങ്ങനെ സത്യേണ്ട പോക്കറ്റ് വന്നു? കത്തെഴുതിയ ആളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. കണ്ടുപിടിച്ചോ? ആര്? ആ ASI സ്വർണലത. സ്വർണലതയോ? ആർച്ചേ, ഞാനൊരു പോലീസുകാരനാണ്. എനിക്കിതൊക്കെ കണ്ടുപിടിക്കാൻ നിസ്സാര സമയം മതി. എന്നാലും ഈ സ്വർണലതയുടെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അപ്പം തന്നെ വിളിച്ച് ചോദിച്ചു. എന്ത്? അല്ല, ഞാൻ തന്ത്രപൂർവ്വം ആലോചിച്ചപ്പോഴാണ് സ്വർണലതയാണ് പ്രതിയെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം തന്നെ ഞാൻ ക്യാബിനിൽ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. എന്ത് ചോദിച്ചു? അല്ല, നേരിട്ടൊന്നും ചോദിച്ചില്ല. ഞാനിങ്ങനെ വളച്ചൊടിച്ച് ചോദിച്ചു. അതല്ലേ കാര്യം മനസ്സിലായത്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അവള് കാണിച്ച തോന്നിയ അവസരം നീ എന്നെങ്ങനെ സംശയിക്കരുത്. നാളെ ഉണ്ടല്ലോ, ആ സ്വർണലതയുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും, സ്വർണലതേ, നിന്റെ വേഷം കെട്ടൊന്നും എന്നോട് വേണ്ട, നിന്റെ താളത്തിന് തുള്ളുന്ന ഒരു കോന്നനല്ല ഞാനെന്ന്. അവള് നാളെ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അവളുടെ ഒരു കത്തും ഫോൺ വിളിയും. എന്തായാലും ഇപ്പൊ നിന്റെ സംശയം മാറിയല്ലോ. എനിക്കതിന് സത്യേട്ടന് നേരത്തെയും സംശയം ഇല്ലായിരുന്നല്ലോ. എനിക്കെങ്ങനെ സംശയം ഉണ്ടാവാനാ? കത്തെഴുതിയതും ഞാൻ, ഫോൺ ചെയ്തതും ഞാൻ. പിന്നല്ലാതെ സത്യന്റെ ഈ മുടിഞ്ഞ സംശയത്തിന് ഒരു അവസാനം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച പദ്ധതിയാ ഇത്. സത്യൻ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് എന്നെ സംശയിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് സത്യൻ അറിയോ? സത്യന്റെ പോക്കറ്റിൽ കത്തിട്ടത് ഞാനാ. സത്യട്ടാ, സത്യന്റെ പോക്കറ്റിൽ കത്ത് കൊണ്ടിടാൻ എനിക്കല്ലാതെ വേറെ ആർക്ക് പറ്റും? പഞ്ചായത്തിൽ നിന്ന് പുതിയ സിം കാർഡ് കിട്ടിയപ്പോൾ അത് ഈ ഫോണിലിട്ടു. ഇതിന്നാ വിളിച്ചത്. സൗണ്ട് മാറ്റുന്ന ടെക്നോളജിയൊക്കെ ഇതിലുണ്ട്. ഇന്ന് രാവിലെ സത്യേട്ടൻ ഹരിദാസിന്റെ കാര്യവും പറഞ്ഞ് എന്നോട് വഴക്കിടാൻ വന്നപ്പോൾ ഈ ഐഡിയ പ്രയോഗിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. സത്യേട്ടന്റെ മുന്നിൽ നിന്ന് തന്നെ ഡയൽ ചെയ്തത്. അടുത്ത കുരിശു എല്ലാത്തിനും ആവശ്യങ്ങളെയും കുരിശുണ്ട്. അർച്ചേ, നീ കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരമാണ്. ഇന്നൊരു ദിവസം ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് കുട്ടിക്കളി കളിക്കാനുള്ള ആളല്ല ഞാൻ. അല്ല, സത്യന്റെ കുട്ടിക്കളി കളിക്കാനും സംശയിക്കാനുള്ള ആളല്ല ഞാനും. സത്യന്റെ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് എന്നെ സംശയിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് സത്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? കുടുംബജീവിതം നന്നായിട്ട് പോണെങ്കിൽ ഒരാൾക്ക് മാത്രം ബഹുമാനം പോരാ, മനസ്സിലായോ? എന്നാലും ഇത് ഇത്തിരി കടന്നു പോയ അർച്ചേ. ഞാൻ ആ സ്വർണലതയെ വിളിച്ച് നേരിട്ട് ഞാൻ ചോദിച്ചിരുന്നെങ്കിലോ എന്റെ മാനം പോകില്ലായിരുന്നോ? ഉറപ്പായിട്ട് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്നോട് മര്യാദയ്ക്ക് പെരുമാറിക്കോണം. അല്ലെങ്കിൽ എൻ്റെ അടുത്ത നമ്പർ ഇതിലും ഭയങ്കരമായിരിക്കും. അത് സത്യം താങ്ങില്ല. എന്തു പറയുന്നു? പോയി കടുപ്പത്തിലൊരു ചായ എടുക്കും.